ഇന്ന് ഞാനും ചിന്നും കൂടെ നമ്മുടെ ഇവിടുത്തെ ക്യാസിൽ കയറാൻ പോകും. നമ്മുടെ സെൻറ്ററിലുള്ള ഒരു കുന്നിൻ്റെ മുകളിലാട്ടോ ക്യാസിലിരിക്കുന്നത്. കുറച്ച് നടക്കാനും കയറാനൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ക്യാസിൽ കയറാൻ പോകാമെന്ന് പറയുന്നത്. നമ്മൾ വർഷത്തിലൊരു 2-3 വട്ടം കയറുന്നതാണ്. പക്ഷേ ഈ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷം ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് വർക്കുണ്ടായിരുന്നു. വർക്കിന് ശേഷമാണ് ഈ പോകുന്നത്. ഇനി ഇത് മാറ്റി വെച്ചാൽ ഇപ്പോഴൊന്നും പോയി കിടക്കൂലെന്ന് അറിയാവുന്നതുകൊണ്ട് എന്തായാലും പോകാമെന്നും പറഞ്ഞ് പോയി. ഇത് ഇവിടെയുള്ള ഒരു മിനി ബസ്സാട്ടോ. ഇത് ടൂറിസ്റ്റുകാർക്ക് ഇപ്പോൾ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓൾഡ് ടൗണിനോ ഇതേപോലെ ക്യാസിലൊക്കെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഇതിൽ കയറിയാൽ മതി. ഓൾറൗണ്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അല്ലാത്ത പക്ഷം ഈ ക്യാസിലിൻ്റെ തന്നെ ഒരു സൈഡിലൊരു ലിഫ്റ്റ് പോലത്തെ ഒരു സംഭവമുണ്ട്. അതിലും ചെറിയ എമൗണ്ട് കൊടുത്താൽ മതി. ഇങ്ങ് മേളിൽ നമ്മൾ നടക്കാതെ തന്നെ എത്താൻ പറ്റും. മേലെ എത്തിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആട്ടോ താഴെ. നമ്മളവിടെ കുറേ നേരം വരും. നമ്മൾ ക്യാസിലിൻ്റെ അകത്തേക്കൊന്നും കയറിയിട്ടില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു വട്ടേ ക്യാസിലിൻ്റെ അകത്ത് കയറിയിട്ടുള്ളൂ. ക്യാസിലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ടിക്കറ്റ് എടുക്കണം. അഡൽസിന് 15 യൂറോയും ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ 13.5 യൂറോയാണ് വരുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അതിന് എക്സ്ട്രാ അവർ മേടിക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ അവിടെ മൈക്കിൻ്റെ മാഗ്നറ്റ് മേളിൽ നിന്ന് താഴേക്ക് വീണു. അത് കിട്ടിയതിൻ്റെ സന്തോഷമായിട്ടോ നിങ്ങളെ കണ്ടത്. പിന്നെ നമ്മളവിടെ കുറേ നേരം ഇരുന്ന് സൺസെറ്റൊക്കെ കണ്ടിട്ട് പതിയെ താഴേക്ക് ഇറങ്ങി. ഞാൻ കണ്ടത് വെച്ച് സ്ലൊവേനിയയിൽ ഒട്ടുമിക്ക സ്റ്റേറ്റ്സിലും ഒരു ക്യാസിലുണ്ടാവും. അത് ഇതേപോലെ ഓരോ കുന്നിൻ്റെ മുകളിലായിരിക്കും. അല്ലെങ്കിൽ ചർച്ച് ഇതേപോലെ കുറേ ചർച്ചുകൾ കുന്നിൻ്റെ മേളിൽ കാണും. എനിക്കൊന്നും ഒട്ടുമിക്ക യൂറോപ്യൻ കൺട്രീസിൽ ഇങ്ങനെയാണ്. താഴെ എത്തിയപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയായിരുന്നു. നേരെ ബോണി കഴിക്കാനാണ് പോയത്. ഇതൊരു ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ് ഇവിടുത്തെ. നമ്മൾ കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.